ഭാരത് ടിവിയുടെ മാന്യപ്രേക്ഷകർക്ക് ഇന്നത്തെ അതിഥിയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ അതിഥി പദം അലങ്കരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഗായകനും സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ രാഷ്ട്രീയ രംഗത്ത് ഇന്നും തിളങ്ങി നിൽക്കുന്ന വ്യക്തിയുമായ ശ്രീ പ്രസാദ് ഫിലിപ്പാണ്. ശ്രീ പ്രസാദ് ഫിലിപ്പ്, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഭാരത് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ആദ്യത്തെ വിശേഷണം തന്നെ ഗായകൻ എന്നായിരുന്നു. അങ്ങനെയുള്ള ഗായകനിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ പ്രസാദ് ഫിലിപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? രാഷ്ട്രീയവും ഒരു കലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് എൻഗേജ്ഡ് വിത്ത് പീപ്പിൾ. ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നമ്മൾ അതേ അർത്ഥത്തിൽ അതേ വികാരത്തോടു കൂടി മനസ്സിലാക്കുകയും അത് വേണ്ട തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് തിരിച്ച് അവരുടെ ആവശ്യങ്ങളുടെ ഒരു പൂർത്തീകരണം അവരിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് പൊതുപ്രവർത്തകൻ്റേത്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കലാകാരന് നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഗായകനിൽ നിന്നും രാഷ്ട്രീയക്കാരനിലേക്കൊരു ഷിഫ്റ്റ് നടന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പാടാറുണ്ട്. ആ രംഗത്തും ഞാൻ സജീവമാണ്, രാഷ്ട്രീയ രംഗത്തും സജീവമാണ്. രണ്ടും ഒരുപോലെ ആസ്വദിച്ചു കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസാദിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തത്. കോളേജിൽ കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ യൂണിറ്റ് ഭാരവാഹിയായും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം യൂത്ത് ഫ്രണ്ടിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് ഞാൻ തിരികുകയുണ്ടായി. സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ച് ഡൽഹി, ബോംബെ മുതലായ സ്ഥലങ്ങളിൽ അവിടെയുള്ള ചേരി നിവാസികളുടെ പുനരുദ്ധാരണത്തിനായിട്ടുള്ള പദ്ധതികളിൽ സജീവമായി പങ്കാളിയാവുകയും അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ദീർഘനാൾ ഞാൻ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഞാൻ സജീവമായി രംഗത്തിറങ്ങുകയുണ്ടായി. അതിനുശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരികയും ഇവിടെ രാഷ്ട്രീയത്തിൽ ഞാൻ രംഗപ്രവേശനം ചെയ്യുകയും എൻ്റെ ഇവിടുത്തെ രാഷ്ട്രീയ ജീവിതം അങ്ങനെയാണ് ആരംഭിക്കുകയുണ്ടായത്. ഇവിടെ ഓസ്ട്രേലിയയിൽ ലിബറൽ പാർട്ടി തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഒന്ന് വിശദീകരിക്കാം. ലിബറൽ പാർട്ടിയുടെ നയങ്ങൾ ആണ് എന്നെ ലിബറൽ പാർട്ടിയിലേക്ക് ചേരാൻ പ്രേരിപ്പിച്ച ഘടകം. ലിബറൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോളിസി എന്ന് പറയുന്നത് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി, എക്കണോമിക് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റി. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സുരക്ഷിതത്വം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ്. അതിപ്പോൾ ഒരു കുടുംബത്തെ സംബന്ധിച്ചായാലും നമ്മൾ കംഫർട്ടബിളായിട്ടൊരു കുടുംബത്തിൽ ആയിരിക്കണമെങ്കിൽ ആ കുടുംബത്തിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം, അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ അതിർവരമ്പുകൾ സുരക്ഷിതമായിരിക്കണം. ആ ഒരു കാര്യത്തിൽ ലിബറൽ പാർട്ടിയുടെ പോളിസി വളരെ സ്ട്രോങ് ആണ്. അത് അന്നും ഇന്നും അങ്ങനെ ആ ഒരു എക്കണോമിക് സെക്യൂരിറ്റി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നയങ്ങളാണ് ലിബറൽ പാർട്ടി എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ ലിബറൽ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലിബറൽ തന്നെയാണ് വീണ്ടും വിജയിച്ചു വന്നത്. ആ ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ പങ്കുവച്ചിരുന്നത്? അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും. കഴിഞ്ഞ ഫെഡറൽ ഇലക്ഷനിൽ ലിബറൽ പാർട്ടി വീണ്ടും ഒരു ഭരണ തുടർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ എനിക്കും സാധിച്ചു. പാർട്ടി എന്നെ ചുമതല ഏൽപ്പിച്ചത് ചിസം മണ്ഡലത്തിനാണ്. അതായത് നമ്മുടെ ക്ലേറ്റൺ, ബോക്സിൽ, അതുപോലെ ബർവുഡ് ഏരിയകൾ ഉൾപ്പെടുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ചിസം മണ്ഡലം. അവിടെ ഇന്ത്യൻ പോപ്പുലേഷൻ വളരെയധികം ഉള്ളതുകൊണ്ട് പാർട്ടി എന്നെ അവിടെയൊക്കെ ചുമതല ഏൽപ്പിക്കുകയും ആ ഒരു ടീമായി ഞങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഞങ്ങൾക്ക് ചിസം മണ്ഡലത്തിൽ നേടാനായത്. കാരണം 1996 ശേഷം ലേബറിൻ്റെ കൈവശം ഇരുന്ന ഒരു സീറ്റായിരുന്നു അത് നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ച് ലിബറൽ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. 9 വർഷമായി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ. അപ്പോൾ നമ്മുടെ ജനസമൂഹങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനം അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് കൈവരിച്ചത്? അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റും? 2013 ഞാൻ പാർട്ടിയുടെ ഭാരവാഹിത്വം ഏറ്റെടുത്തതും അതിനുശേഷം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു
പാർട്ടി പോളിസി ഫോറം അത് നമ്മളൊരു ചട്ടക്കൂടിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അവിടെ വ്യക്തി എന്നുള്ളതിനപ്പുറമായ ഒരു കൂട്ടായ പ്രവർത്തനമാണ് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ. അത് സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു സൗത്ത് ഈസ്റ്റ് ഏരിയയുടെ തന്നെ സമഗ്രമായ ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ സൗത്ത് ഈസ്റ്റ് ഏരിയയുടെ റെയിൽവേ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ബസ് നെറ്റ്വർക്കിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്കറിയാം ഈസ്റ്റ് വെസ്റ്റ് ലിങ്ക് ഉൾപ്പെടെയുള്ള തോംസൺ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള പല പദ്ധതികൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ സാധിച്ചു. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് മൊബൈൽ നെറ്റ്വർക്ക്. ഇതൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. Hi everyone. High School Dance Competition HSDC is a freestyle dance competition with an aim to encourage students to participate in activities beyond learning.